ജനുവരി 17 മിനിസ്ട്രിയുടെ പ്രയർ സെൻറ്ററിൽ വെച്ച് രാവിലെ പ്രയറിനിടയ്ക്ക് സുഗന്ധാഭിഷേകം ആദ്യം ഉണ്ടായി. അതിനുശേഷം ഈശോയുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ സുഗന്ധ തൈലം ഒഴുകി വരുന്ന കണ്ടു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ ഇതുപോലെ തന്നെ സുഗന്ധ തൈലം ഒഴുകി വരുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഞാൻ അന്നേരം കണ്ട ഉടനെ ബ്രദറിനെ വിളിച്ചു കാണിച്ചു. ബ്രദർ ഉടനെ കണ്ടു. പെട്ടെന്ന് എല്ലാവരും വന്നു. ആ കൂടെ കണ്ടവരൊക്കെയാണ് ഇവിടെ ഇപ്പോൾ ഈ നിൽക്കുന്നവരൊക്കെ. ജനുവരി 17 മുതൽ നമ്മുടെ പ്രാർത്ഥനാ സെൻറ്ററിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോയുടെയും മാതാവിൻ്റെയും രൂപത്തിൽ നിന്നും സുഗന്ധ ഓയിൽ ഒഴുകുന്നുണ്ടായിരുന്നു. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. അതിനുശേഷം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ധ്യാനം തുടങ്ങിയിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ അന്നേരം മുതലും ഈ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും സുഗന്ധ ഓയിൽ ഒഴുകുകയും മാതാവിൻ്റെ സപ്പുവിൻ്റെ സൈഡിൽ നിന്ന് സുഗന്ധ ഓയിൽ ഒഴുകുകയും ചെയ്തിരുന്നു. അത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി പേർക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സൗഖ്യങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതലായിട്ട് ഈ അത്ഭുതം നടക്കുന്നത് കുരിശിൻ്റെ വഴി, ജപമാല, കർണക്കൊന്ത എന്നീ പ്രാർത്ഥനകളുടെ സമയത്താണ്. അത് ഞങ്ങൾ സാക്ഷ്യമായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഈശോയുടെ വലത് കൈയുടെ മുട്ടിൽ നിന്നും ഇങ്ങനെ സുഗന്ധതയിൽ ഒഴുകുന്നത് ഞാൻ നേരിട്ട് കണ്ടാണ്. അതുപോലെ തന്നെ മാതാവിൻ്റെ കാൽപാദത്തിൽ നിന്നും അതിൽ നിന്നെല്ലാം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി. വർഷമായിട്ട് ഞങ്ങൾ ഈ മിനിസ്ട്രിയിലെ ശുശ്രൂഷയാണ്. അപ്പം കഴിഞ്ഞ ജനുവരി മാസം 17 ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് എരുമയിലെ ഓഫീസിൽ ഇങ്ങനെ കണ്ടു. മാതാവിൻ്റെ ഈശോയുടെയും രൂപത്തിനും കൂടെ സുഗന്ധ തൈലം ഒഴുകുന്നത് കണ്ടു. അതനുസരിച്ച് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ മിക്ക ദിവസങ്ങളിലും അവിടെ പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും കുരിശിൻ്റെ വഴിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അന്നേരമൊക്കെ കൂടുതലായിട്ട് ഈശോയുടെയും മാതാവിൻ്റെയും രൂപത്തിൽ നിന്ന് സുഗന്ധ തൈലം ഒഴുകുകയും പലർക്കും അത് അനുഭവങ്ങളും സാക്ഷ്യങ്ങളുമായിട്ട് മാറിയിട്ടുണ്ട്. ഞാനിവിടെ വന്നപ്പം മാതാവിൻ്റെ ദേഹത്തു നിന്നൊക്കെ എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുക, നല്ല മണവും ഈശോയുടെയും മാതാവിൻ്റെയും. പിന്നെ അന്നേരം തൊട്ട് എനിക്ക് എൻ്റെ കാലിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അന്നേരം തൊട്ട് എൻ്റെ കാലിൻ്റെ വേദനയും പോയി, എനിക്ക് ഷുഗറും കുറഞ്ഞു. ജനുവരി 17 കിങ് ജീസസ് മിനിസ്ട്രിയുടെ ഓഫീസിൽ വെച്ച് ഇങ്ങനെ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും സുഗന്ധാഭിഷേകം ഒഴുകുന്നതും മാതാവിൻ്റെ കാലിൻ്റെ ചെറുവിരലിൽ നിന്ന് സുഗന്ധ തൈലം ഒഴുകാൻ തുടങ്ങിയത്. അതിനുശേഷം അതിശക്തമായ സുഗന്ധാഭിഷേകം വരുന്നു. ഞങ്ങളപ്പോൾ തന്നെ കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചെല്ലുമ്പോൾ തന്നെ അതിശക്തമായിട്ട് സുഗന്ധം അഭിഷേകത്തോടെ കൂടുന്നതും മാതാവിൻ്റെയും ഈശോയുടെയും രൂപത്തിൽ നിന്നും അസാധാരണമായ ശക്തിയിൽ ഓയിലൊഴുകുന്നതായിട്ടും അനുഭവപ്പെട്ടു. തിരുവല്ല അതിരൂപതയിലെ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരിടവകയാണ് മുണ്ടക്കയം ടൗണിനോട് ചേർന്ന് കിടക്കുന്ന ഈ ചിറ്റേടി ഇടവക. വിശുദ്ധ ഗീവർഗീസ് സഹോദായുടെ നാമധേയത്തിലാണ് ഈ ഇടവക സ്ഥാപിതമായിരിക്കുക. പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൂദാ ശ്ലീഹായോടും വിശുദ്ധ അന്തോണീസിനോടുമുള്ള പ്രത്യേക മാധ്യസ്ഥ പ്രാർത്ഥനയും ഈ ഇടവകയിൽ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് കിങ് ജീസസ് മിനിസ്ട്രിയുടെ കൺവെൻഷൻ, അവരുടെ രോഗശാന്തി ശുശ്രൂഷ പ്രാർത്ഥനകൾ ഈ ഇടവകയിൽ നടക്കുന്നുണ്ട്. 2025 വലിയ നോമ്പിനോട് മുന്നോടിയായിട്ട് 9 ദിവസത്തെ കൺവെൻഷൻ ഈ ഇടവകയിൽ നടത്തണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ടായി. അതിനു മുന്നോടിയായിട്ട് കിങ് ജീസസ് മിനിസ്ട്രിയിലെ ശുശ്രൂഷകർ അപ്പോഴാണ് ഈ പരിശുദ്ധ അമ്മയുടെയും കർത്താവിൻ്റെ രൂപത്തിൽ നിന്ന് സുഗന്ധ തൈലം ഒഴുകി വരുന്ന അനുഭവം നമുക്കുണ്ടായത്. പിന്നീട് ആ രൂപം നമ്മൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. ഈ ദിവസങ്ങളിലെല്ലാം ആ ഒരു സുഗന്ധ തൈലം ആ മാതാവിൻ്റെ സ്വരൂപത്തിൽ നിന്നും കർത്താവിൻ്റെ രൂപത്തിൽ നിന്നും ഒഴുകി വരുന്നുണ്ട്. ഇതൊരു പ്രത്യേക അടയാളമായിട്ടാണ് കാണുക. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ബോധ്യമുള്ളത്. കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കണം, കൂടുതൽ നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കണം, ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കണം. അപ്പം അതിനുവേണ്ടി ഉള്ള ഒരു അടയാളമായിട്ടാണ് ഈ ഒരു അത്ഭുതത്തെ, ഈ ഒരു കാര്യത്തെ നമ്മൾ പ്രത്യേകമായിട്ട് കാണുക.